ഇന്ന് നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഗാലി ഫോർട്ടിലേക്കാണ് കേട്ടോ പോണത്. ഇതാണ് ഗാലി ഫോർട്ട്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടലിലൊരു ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബീച്ച്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണ്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ബീച്ചും കൂടിയാണ്. ഞങ്ങൾ വന്നിരിക്കുന്ന ടൈം 11 മണിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. ഇവിടെ ശരിക്കും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈം എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടൈമൊക്കെയാണ്. ഡച്ചുകാരാണ് ഈ ഒരു സ്ട്രീറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിയിട്ട്. സ്ട്രീറ്റിൽ കൂടെ തന്നെ നടക്കാൻ വേണ്ടി ഭയങ്കര രസമാണ്. കുറച്ചധികം നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. നിങ്ങൾ വരാണെങ്കിൽ മസ്റ്റായിട്ടും ഈവനിങ് ടൈമിൽ തന്നെ വരാൻ വേണ്ടി ട്രൈ ചെയ്യുക. എന്നാലാണ് ഇത് കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ സൺ, മൂൺ ആൻഡ് സ്റ്റാർ ബാസ്റ്റിനിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇത് ഗാലി ഫോർട്ടിന് അടുത്ത് തന്നെയാണ് വരുന്നത്. ഇത് ആക്ച്വലി ഡിഫൻസിന് വേണ്ടി അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന സുനാമി ഡിസാസ്റ്റർ നടന്നിട്ടുണ്ടായിരുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ സുനാമി ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് 1500 to 1700 ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത്. അവിടുന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന ഒരു ബോട്ട് സഫാരിക്ക് വേണ്ടിയിട്ടാണ് മാധു റിവറിലേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും കൂടി ഉള്ള പാക്കേജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നേരെ ബോട്ടിൽ കയറി നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു ബോട്ട് റൈഡാണ് കേട്ടോ ഇത്. ഭയങ്കര വൈഡസ്റ്റ് ആയിട്ടുള്ളൊരു റിവറാണ് കേട്ടോ ഇത്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും മാംഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് എക്സ്പീരിയൻസ് ചെയ്യാം. അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ മൂവീസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ളൊരു സ്ഥലത്ത് വന്നൊരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന സിനമൻ ഒക്കെ ഉണ്ടാക്കുന്നൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. അതും നമുക്ക് ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിനമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ അവർ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ടെമ്പിളും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. ഈ റിവറിൻ്റെ നടുക്കിലായിട്ടൊരു ടെമ്പിൾ കേട്ടോ. അതെനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഇതാണ് ആ ടെമ്പിൾ. ഇവിടെ ഗണപതിയും അതേപോലെ ദേവിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സിനമൻ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയ സമയത്ത് നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് സിനമൻ ടീ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വിത്തൗട്ട് ഷുഗർ. ഇങ്ങനെയാണ് അവർ സിനമൻ ഉണ്ടാക്കുന്നത്. ആൻഡ് അതൊരു വലിയ പ്രോസസ്സാണ് കേട്ടോ. ഇത്ര വലിയ പ്രോസസ്സാണെന്നുള്ളതൊക്കെ ഞാൻ അവിടെ പോയപ്പോഴാണ് കേട്ടോ അറിയുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു ഐലൻഡിൽ ഇതേപോലെ ഒരു ബുദ്ധ ടെമ്പിളും കൂടി ഉണ്ടായിരുന്നു. അപ്പം അതും കൂടി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഐലൻഡിനോട് ടാറ്റ ബൈ പറഞ്ഞത് കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റ.